റോഡെല്ലാം കുത്തിപ്പൊളിച്ചാകെ ഒരു കുളമായിട്ട് കിടന്നില്ലേ. പക്ഷെ അങ്ങനെ ഇട്ടേക്കാൻ നമ്മുടെ റെസിഡൻസ് സമ്മതിക്കില്ല കേട്ടോ. റെസിഡൻസും നമ്മളെ നാട്ടുകാരും കൂടി ചേർന്ന് ആ റോഡ് ഞങ്ങൾ കോൺക്രീറ്റ് ചെയ്ത് സൂപ്പറാക്കുകയാണ്. ഇവിടെ വീഡിയോ ഒരുപാട് പേരിൽ എത്തുന്നു എന്നതിനുള്ള ഒരു എക്സാമ്പിളാണ്. ഈ റോഡ് പൊട്ടിപ്പൊളിഞ്ഞ് കിടന്നപ്പോഴേക്കും എനിക്കൊരാൾ മെസ്സേജ് ഇട്ടിട്ടുണ്ടായിരുന്നു. അവർ കോൺട്രാക്റ്റ് എടുത്ത് ടാറ് ചെയ്ത് കൊടുക്കുന്നുണ്ട്, വേണമെങ്കിൽ പറയൂ എന്ന് പറഞ്ഞിട്ട് എനിക്ക് മെസ്സേജ് ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഞാൻ ആ പുള്ളിയെ വിളിച്ചിട്ടുണ്ടായിരുന്നു. പുള്ളി ഇവിടെ വന്ന് നോക്കിയായിരുന്നു, എസ്റ്റിമേറ്റ് ഒരു എമൗണ്ടും ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ ബഡ്ജറ്റ് ഭയങ്കര കൂടുതലായിരുന്നു. കാരണം ടാറ് ചെയ്യാൻ ഉള്ള ഒരു റെസിഡൻസിൽ എല്ലാവരും കൂടി ചേർന്ന് ചെയ്താൽ നമുക്കതൊരു വലിയ ബഡ്ജറ്റായിരിക്കും. അതുകൊണ്ട് പിന്നെ അതങ്ങ് മാറ്റിയിട്ടാണ് കോൺക്രീറ്റ് ചെയ്യാൻ തീരുമാനിച്ചത്. ഇപ്പോൾ പുതിയ ഭരണമൊക്കെ വന്ന സ്ഥിതിക്ക്, പുതിയ മെമ്പർമാരൊക്കെ നമ്മുടെ പഞ്ചായത്തിലൊക്കെ തിരഞ്ഞെടുത്ത സ്ഥിതിക്ക് ഉടനെ തന്നെ ടാറിങ് ഒക്കെ ഉണ്ടാവും. അതുകൊണ്ട് തൽക്കാലം ഒരു ആശ്വാസത്തേക്ക് വേണ്ടിയിട്ടാണ് കോൺക്രീറ്റ് ചെയ്തത് കേട്ടോ. നമ്മളിപ്പോൾ ഉള്ളത് രാജാ തട്ടുകടയിലാണ്, വെമ്പായം. കഴിഞ്ഞ പ്രാവശ്യം വീഡിയോ എടുത്തപ്പോൾ ഞാൻ വെഞ്ഞാറമൂട് എന്ന് പറഞ്ഞായിരുന്നു. സോറി, അത് വെമ്പായത്താണ്. വന്ന് അസാധ്യമായൊരു ഊണ്, നല്ല തിരുവനന്തപുരം സ്റ്റൈൽ ഊണെല്ലാം കഴിച്ചിട്ട് വയറിനൊന്ന് കുളിർപ്പിക്കാനായിട്ട് ഒരു ജ്യൂസൊക്കെ കുടിച്ച് അങ്ങനെ ഇരിക്കുക കേട്ടോ. എവിടെ പോയാലും ഒരു പൈനാപ്പിൾ ജ്യൂസ് എനിക്ക് മസ്റ്റാണ്. അത് കുടിക്കുമ്പോൾ നല്ല ചിൽഡ്, നല്ല മധുരമുള്ള ഒരു പൈനാപ്പിൾ ജ്യൂസ് കുടിക്കുമ്പോൾ കിട്ടുന്നൊരു സുഖമുണ്ടല്ലോ, അതൊന്ന് വേറെയാണ് കേട്ടോ. എല്ലാവരും പൈനാപ്പിൾ ജ്യൂസ് കുടിക്കുന്നുണ്ട്. അപ്പോൾ ചീമയ്ക്ക് ഭയങ്കര കൊതി. ഡോക്ടർ പറഞ്ഞ് എന്ത് വേണമെങ്കിലും കുടിച്ചോളാം, എങ്കിലും നമ്മൾ സമ്മതിച്ചില്ല.